ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജോയ്സി മാത്യു. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തതും ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായി ഇവിടെ വരുന്നതും 2023 ഏപ്രിൽ 30 ഇവിടെ വരുമ്പോൾ എനിക്ക് വരുമ്പോൾ തൊട്ടിങ്ങനെ സാക്ഷ്യം പറയണം, ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ വന്നത്. പിന്നെ പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അമ്മയുടെ വലിയൊരു ഭക്തി ആയതുകൊണ്ട് ഞാനിവിടെ വരാനായിട്ട് ആഗ്രഹിച്ച് എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മമ്മിയും എൻ്റെ അനിയത്തിയുമായിട്ടാണ് ഇവിടെ വന്നത് ആദ്യമായിട്ട്. ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ വചനപ്രഘോഷണത്തിൽ കുർബാന മധ്യേ അച്ഛൻ പറയുകയുണ്ടായി, പരിശുദ്ധ അമ്മ ജീവനോടെ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട കാര്യം. ഒരുപാട് സന്തോഷമായി അത് കേട്ടപ്പോൾ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് എല്ലാവരെയും പോലെ തന്നെ പുറത്തേക്ക് പോകണം, ജോലി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ്. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം വേറെയായിരുന്നു. എനിക്ക് ജോലി കിട്ടിയ ഒരു സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ ജർമ്മൻ എക്സാം എഴുതി 5 പ്രാവശ്യം എഴുതി. പക്ഷേ എനിക്ക് ഒരു മൊഡ്യൂൾ പോലും എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചില്ല. ഒത്തിരി പൈസ ചിലവായി, ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഒത്തിരി സങ്കടം അനുഭവിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ പൈസ ഇല്ലാതിരുന്നൊരു സന്ദർഭത്തിൽ ഞാൻ ഈ ജർമ്മൻ്റെ എക്സാം പഠനവും എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഗൾഫിലേക്ക് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അത് ദൈവഹിതമാണെന്ന് ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോയി. അതിൽ എക്സാം പാസ്സാകുവാനും അതുപോലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമായിരുന്നു ഡേറ്റ ഫ്ലോ. അതും എനിക്ക് റെഡിയാവുകയും ചെയ്തു. 5 മാസം കൊണ്ട് പോകാമെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ 1 വർഷവും 1 മാസവുമായിട്ടും എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഞാൻ ഒത്തിരി വിഷമിച്ചു, മാനസികമായിട്ട് ഒരുപാട് സങ്കടപ്പെട്ടു. ഒത്തിരി ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വന്നു. പക്ഷേ ദൈവം എന്നെ അവിടെ ഉയർത്തി. എനിക്ക് നാട്ടിൽ ജോലി ചെയ്യണമെന്നൊരു ആഗ്രഹം നേരത്തെ തൊട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പുറത്തായിരുന്നു പഠിച്ചത്, നേഴ്സാണ്. അപ്പം അവിടെ പഠിച്ച സമയത്ത് എനിക്ക് സർട്ടിഫിക്കറ്റിന് ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ ജോലി ചെയ്യണമെങ്കിൽ നാട്ടിലെ സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ ബീഹാറിലാണ് പഠിച്ചത്. അപ്പം പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ കാരണം സർട്ടിഫിക്കറ്റ് ഒരുപാട് ഡിലേ ആയി. എനിക്കൊരു 4.5 വർഷത്തെ ഗ്യാപ്പുണ്ട്. അപ്പം നാട്ടിൽ ജോലി ചെയ്യാനാണെങ്കിൽ എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. എല്ലാ രീതിയിലുള്ള എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൃപ കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് എൻ്റെ ഒരു റിലേറ്റീവ് വഴി എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി. അതെനിക്ക് കിട്ടിയത് 2025 മെയ് 21 ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കും, എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് ഒരു ജോലി ശരിയാക്കി തരണേന്ന്. ജോലിയില്ലാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. അങ്ങനെ എനിക്ക് 21 ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടുകയും അന്ന് തന്നെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള, എൻ്റെ സ്ഥലത്തിനടുത്തുള്ള ഒരുപാട് ഹോസ്പിറ്റലിൽ അന്വേഷിക്കുകയും റെസ്യൂം അയക്കുകയും ചെയ്തു. ഒരാഴ്ച എടുത്തു. ഒരു ഉത്തരവ്, ഒരു ഫോൺ കോളോ ഒന്നും വന്നില്ല. ഞാൻ ഒത്തിരി വിഷമിച്ചു. എന്നാലും പ്രാർത്ഥിച്ചു. അമ്മയുടെ അടുത്ത് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു. ഒരുപാട് കൊന്തകൾ ചൊല്ലി പ്രാർത്ഥിച്ചു. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ബൈബിൾ വായനയിലൂടെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു. ഒരു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോരെയെന്ന് പറഞ്ഞ്. 4.5 വർഷത്തെ ഗ്യാപ്പുണ്ട്. നാട്ടിൽ എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് പുറത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പം അത് വെച്ച് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത്, ഒരു പ്രതീക്ഷയില്ലായിരുന്നു, എന്നാലും ഞാൻ പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, അമ്മേ മാതാവേ, എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സാന്നിധ്യമെങ്കിലും തരണമേ എന്ന്. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ 2 സിസ്റ്റേഴ്സായിരുന്നു എന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നത്. അതിൽ ഒരു സിസ്റ്ററിൻ്റെ ഡ്രസ്സിൻ്റെ കളറ് ചാരനിറമായിരുന്നു. എനിക്കൊത്തിരി സന്തോഷം തോന്നി. കാശുരൂപ മുറുകെ പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. റിട്ടേൺ ആണെങ്കിലും വൈവ ആണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാവാനായിട്ട് സാധിച്ചു. ഈ വരുന്ന വ്യാഴാഴ്ച ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ ഞാനിവിടെ നിൽക്കുന്നത്.
പരിശുദ്ധ അമ്മയും ഈശോയും തന്ന വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എറണാകുളത്തുള്ളൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ ഞാൻ പോകുമായിരുന്നു. അവിടെ പോയി അമ്മച്ചിമാരെയും അപ്പച്ചമാരെയും കാണുകയും അവരെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് കെട്ടി വിതരണം ചെയ്യുമായിരുന്നു. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുമായിരുന്നു. സാമ്പത്തികമായിട്ടും ഞാൻ സഹായിക്കുമായിരുന്നു. പിന്നെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മറ്റും മേടിച്ച് കൊടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എന്ത് വെയിലോ മഴയോ ഒന്നും നോക്കാതെ തന്നെ ഞാൻ പത്രവിതരണം ചെയ്യുമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടുകയും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും സോഷ്യൽ മീഡിയയിൽ അതൊക്കെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു. ഡെയിലി ബ്രെഡും എല്ലാം ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. ആത്മീയമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടത്, എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് ചെറിയ ചെറിയ രോഗസൗഖ്യങ്ങളാണെങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. വിശുദ്ധ തൈലം കൊണ്ടാണെങ്കിലും എൻ്റെ ചെവിയിലൊരു ചെറിയൊരു പ്രാണി പോയായിരുന്നു. പക്ഷേ അത് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാൻ തൈലം തൊട്ട് കുരിശ് വരച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തുള്ള ആ പ്രാണി എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഉള്ള അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ദേഷ്യം വരുന്ന ഒരു പ്രകൃതമായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് 7-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, കർത്താവ് വീണ്ടും ആഹാസിനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ദൈവം നമ്മുടെ ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോൾ ദൈവം നമുക്ക് വെച്ചു നീട്ടുന്ന ഒരു വാഗ്ദാനങ്ങളുണ്ട്. നിനക്ക് എന്തും ചോദിക്കാം. അത് ആകാശം പോലെ ഉന്നതമായിരിക്കാം, കടൽ പോലെ ആഴമുള്ളതായിരിക്കാം. എത്ര തന്നെ വലുപ്പമുള്ളതായാലും എത്ര തന്നെ പ്രയാസമുള്ളതായാലും എൻ്റെ ഈശോ എനിക്ക് സമീപസ്ഥനാണ്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ഞാൻ എന്നെ തന്നെ അടിയറ വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാനുള്ള ഒരു വലിയ വിനയവും എളിമയും എനിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നാം ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ, ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ നാം ഏറ്റുപറയുന്നത്. ജോയ്സിമോൾ ഇവിടെ പറയുന്നത്, ഞാൻ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടൊരു സ്ഥലമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. താനിപ്പോൾ നിൽക്കുന്നത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമായ അൾത്താരയിലാണെന്നുള്ള ഒരു വലിയ അവബോധത്തോടെയും വിനയത്തോടെയും സന്തോഷത്തോടെയും എക്സൈറ്റ്മെൻറ്റിലാണ് ജോയ്സിമോൾ ഇവിടെ നിൽക്കുന്നത്. ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ തനിക്കുണ്ടായ എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും താൻ അതിജീവിക്കാൻ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയാണെന്ന് ജോയ്സ് മോൾ ഏറ്റു പറയുകയാണ്. താൻ പഠിച്ചത് ബീഹാറിലാണെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു. തനിക്കത് ലഭിക്കുമെന്ന് ആഗ്രഹിച്ചു. ജർമ്മൻ പഠിക്കാൻ പരിശ്രമിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും മറ്റൊരു കൺട്രിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ ഈശോ തനിക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് എൻ്റെ വീടിനടുത്തുള്ള ഒരു വലിയ ജോലി സ്ഥലമാണെന്ന് ഉടമ്പടിയിലൂടെ തനിക്ക് വെളിവാക്കി നൽകുകയായിരുന്നു. നമുക്ക് വളരെ കാലം മുമ്പ് തന്നെ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വന്നാൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മ സ്ഥലത്തിൻ്റെ പോലും ചുരുക്കമായി നമുക്ക് നൽകുകയാണ്. നാം എത്രമാത്രം ഈശോയിലേക്ക് അടുക്കാം. എനിക്ക് കുർബാനയ്ക്ക് പോകുവാനും എൻ്റെ ആധ്യാത്മിക കാര്യങ്ങൾ നിറവേറ്റുവാനുള്ള സൗകര്യം കൂടി എല്ലാം നമുക്ക് ഒരുക്കി തരുന്ന ഒരു വലിയ കൃപയുടെ ലോകത്തിലേക്ക് ആഴത്തിലേക്കാണ് നമ്മെ എത്തിച്ച് കൊണ്ടുവരുന്നത്, നമ്മളെ എത്തിക്കുന്നതെന്ന വലിയ വിശ്വാസം ജോയ്സിമോൾക്ക് തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു വരികയാണ്. പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോസഫ് അച്ഛനോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ഇന്ന് ദുരന്തങ്ങൾ കടന്നു വരികയാണ്. ഇവിടേക്ക് ഒഴുകി വരുന്ന ജനലക്ഷങ്ങളുടെ എല്ലാം ജീവിതത്തിലെ ദുരന്തങ്ങൾ നമുക്കറിയാം. ഓരോരുത്തരും ഇവിടെ ഇരുന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് ആരും ആരെയും നോക്കുന്നില്ല. നാം ഓരോരുത്തരുടെയും മുഖത്തേക്ക് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും, ആരും ആരെയും നോക്കുന്നില്ല. ഈശോയെയും പരിശുദ്ധ അമ്മയെയും ഉറ്റുനോക്കി താൻ കണ്ണീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ച് 3 മാസത്തിനുള്ളിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ പരിശുദ്ധ അമ്മ എലീശോയെ ശുശ്രൂഷിച്ച് മടങ്ങി വരുന്ന കാലഘട്ടത്തിൻ്റെ കാലയളവിനുള്ളിൽ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം തീർപ്പ് കൽപ്പിക്കുകയാണ്. നമ്മുടെ സേവന കാലഘട്ടമാണ്, ഉടമ്പടി കാലഘട്ടമാണ് ഈ 3 മാസക്കാലം നമ്മുടെ ഉടമ്പടി ജീവിതം. അത് കഴിയുമ്പോൾ നാം പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെ സഞ്ചരിച്ച അമ്മ എൻ്റെ കൂടെ ഇനിയും
എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൂടെയുണ്ടായിരിക്കും. ഈശോയെ എനിക്ക് നൽകുമെന്നുള്ള ഉറപ്പ് വരുന്നവരാണ് വീണ്ടും ഉടമ്പടി പുതുക്കുന്നത്. വർഷങ്ങളായി ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഇവിടെയുണ്ട്. അവർ പറയുന്നത് ഞങ്ങളുടെ എല്ലാ ആകർഷങ്ങളെയും ഞങ്ങളുടെ എല്ലാ ആസക്തികളെയും ഞങ്ങൾ വിട്ടൊഴിഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് വിടുതൽ ലഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കതിനോടൊന്നും ഇപ്പോൾ താല്പര്യമില്ല. പരിശുദ്ധ അമ്മയുടെ കൂടെ നടക്കുമ്പോൾ ഞങ്ങൾ മറ്റൊന്നും ചിന്തിക്കുവാനുള്ള സാധ്യതകളില്ല, സാഹചര്യങ്ങളില്ല, കാണുന്നതിനെ ഞങ്ങൾ നോക്കുന്നില്ല. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്നുള്ള പ്രാർത്ഥനകൾക്കെല്ലാം ഞങ്ങൾക്ക് അർത്ഥം കാണുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോടും ഈശോ നമ്മെ പ്രാർത്ഥിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനകൾക്കൊക്കെ അർത്ഥം ഉണ്ടാകുന്നത് ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോഴാണെന്ന് ഓരോരുത്തരും ഇവിടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുമ്പോൾ ഏറ്റുപറയുകയാണ്. ജോയ്സി മോളുടെ കൂടെ നമുക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കണ്ണീർ പൂക്കളെ പരിശുദ്ധ അമ്മയുടെ പാദാന്ത്യത്തിൽ നമുക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ മനോഹരമായ ജീവിത സാക്ഷ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.